ഞാൻ കരഞ്ഞു പോയിട്ടോ. അമ്പലത്തിൻ്റെ മുന്നിലിരുന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. കുടജാദ്രി പോകണമെന്ന് കഴിഞ്ഞ തവണയുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റൂമിൽ നിന്ന് എണീച്ച് ചായ എല്ലാം കുടിച്ച് അമ്പലത്തിൽ തൊഴാൻ നിന്ന് കേട്ടോ. അപ്പോൾ എല്ലാം എനിക്കിങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുക സങ്കടം കൊണ്ട്. ഏട്ടൻ പറഞ്ഞു എന്നാൽ പോകുന്നില്ലേ പോകണ്ടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു പറ്റൂല എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി കേട്ടോ. ഞാനും കുഞ്ഞും ഏട്ടനും ഫ്രണ്ടിൽ തന്നെ ഇരുന്നേ. ഒരു ജീപ്പിൽ 8 പേരാണ് ഉണ്ടാവുക. ഒരാൾക്ക് 470 രൂപയാണ് ചെക്ക് പോസ്റ്റിലെ പൈസ അടക്കം. അങ്ങനെ 1 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടോ. അവിടുന്ന് പിന്നെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ഓഫ് റോഡ് തന്നെ. മഴക്കാലത്തെല്ലാം പോകുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം ഒന്ന് വണ്ടി നേരെ പോയപ്പോൾ എടുത്തു തുടങ്ങിയാണ്. പിന്നെ ഈ തൃശ്ശൂലം കണ്ടോ, ഇത് ദേവി മൂകാസുരനെ വധിച്ച തൃശ്ശൂലാണ്. അവിടേക്ക് എത്തുമ്പോൾ എനിക്ക് കാലിന് ഒട്ടും വയ്യ കേട്ടോ. എങ്ങനെ കയറുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും ഞാൻ തൊഴാൻ പോയില്ല. അവർ പോയി തൊഴുതു കേട്ടോ ഈ അമ്പലത്തിലെല്ലാം. അതിലൊരു അരുവി ഒഴുകി വരുന്നുണ്ട്, ഒരു കുളമെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് മീനെല്ലാം ഉണ്ട് ആ കുളത്തിൽ. അപ്പോഴും കാലാവസ്ഥ നല്ല തണുപ്പ് തന്നെയാണ്, വെയിൽ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി കേട്ടോ. ഞങ്ങളൊരു 8:30 ആകുമ്പോഴാണ് അമ്പലത്തിൽ നിന്ന് കയറിയത്. ശരിക്കും ഒരു 6 മണിക്ക് തന്നെ ഫസ്റ്റ് കയറണം. അമ്പലത്തിൽ അന്ന് തൊഴാൻ നിൽക്കണ്ടായിരുന്നു എന്ന് പിന്നെ ഞങ്ങൾക്ക് തോന്നി, വൈകുന്നേരം തൊഴായിരുന്നു എന്നേ. അങ്ങനെ കുറേ നടക്കാൻ തുടങ്ങി. കുറേ ഏട്ടൻ അവളെ എടുത്ത് നടക്കും, കുറച്ചൊക്കെ അവൾ നടക്കും കേട്ടോ. അങ്ങനെ കയറി പോണ വഴിക്ക് റെസ്റ്റ് എല്ലാം എടുത്ത് ജീപ്പിലെ ആൾ പറഞ്ഞത് 1.5 മണിക്കൂറാണ് മൊത്തത്തിൽ മുകളിൽ കയറി വരാനെന്ന് കേട്ടോ. ഞങ്ങൾ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറായി കേട്ടോ. അതിന് എക്സ്ട്രാ ചാർജൊന്നും ഒരു വാങ്ങിയില്ലേ. നല്ല ഡ്രൈവറാണ് ആ ഡ്രൈവർ. ആ കയറ്റത്തിൻ്റെ ഇടയ്ക്ക് 3 പേരെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ സർവജ്ഞപീഠം എത്താനായിണ്ടേ. മുകളിലൊക്കെ കയറി എത്താനാകുമ്പോഴേക്കും എൻ്റെ കാലിന് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്നറിയില്ല, നടക്കുമ്പോൾ വേദന കുറയുന്നുണ്ടായിരുന്നേ. ഉപ്പൂറ്റി വേദനയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ സർവജ്ഞപീഠം കണ്ടു കേട്ടോ. അവിടെ കയറി എത്തുമ്പോൾ നല്ലൊരു ഫീലാണേ. അവിടെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല ചൂട് തുടങ്ങിയേ. അതിൻ്റെ അകത്ത് നല്ല തണുപ്പാട്ടോ. കുഞ്ഞു അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണേ. ഞങ്ങൾ പോകുമ്പോഴേക്ക് കോടയൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം വെയിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ടേ. ഞങ്ങൾ കയറിയ ജീപ്പിലാണെങ്കിലും അതിൽ നടന്നു പോകുന്നവരാണെങ്കിലും ഇറങ്ങി വരുന്നവരാണെങ്കിലും മൊത്തം മലയാളികളാട്ടോ. ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരാളെ കണ്ട് പരിചയപ്പെട്ടു കേട്ടോ അവിടുന്ന്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇറങ്ങി താഴെ എത്തുമ്പോൾ അവിടെ നല്ല ഉപ്പുമാവും ചായയും വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. ഈ ഇറങ്ങി താഴെ എത്തുമ്പോൾ ആ അമ്പലമൊക്കെ ഉള്ള അവിടെ എത്തുമ്പം മോരും വെള്ളവും ചായയും ഒക്കെ കിട്ടുന്നത് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ.